കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. തിരുവനന്തപുരം തമ്പാനൂരിൽ സമരാനുകൂലികൾ KSRTC ബസ്സുകൾ തടഞ്ഞു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. മരണത്തിന് ഉത്തരവാദികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം എന്നാണ് ആവശ്യം. നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ നടത്തുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന, നേരത്തെ ഈ ഹർത്താൽ അനുകൂലികൾ പറഞ്ഞത് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തില്ല, ഒപ്പം കടകൾ അടപ്പിക്കില്ല എന്നും മറ്റുമാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അവർ കടുപ്പിക്കുകയാണോ? പ്രതീകാത്മകമായ ഒരു സമരമായിരിക്കും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം ഈ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കിയത്. 52 ദളിത് സംഘടനകളാണ് ഈ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ കടകൾ അടച്ചിടില്ല എന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വാഹനങ്ങൾ തടയില്ല, അങ്ങനത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നടപടിയും സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന ഉറപ്പ് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായാണ് തമ്പാനൂരിലടക്കം KSRTC ബസ്സുകൾ തടയാനുള്ള ശ്രമം സമരാനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ ആളുകൾക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യാനും ബസ്സുകൾക്ക് സുരക്ഷ ഒരുക്കാനുമായി പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമ്പാനൂരിൽ മാത്രം നീക്കം സമരാനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊതുവെ സമാധാനപരമായാണ് ഈ സമരം ആദ്യ മണിക്കൂറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ ഹർത്താലാണ്. പക്ഷേ ചില ഭാഗങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും വാഹന ഗതാഗതം സുഗമമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട്. കടകമ്പോളങ്ങൾ തുറക്കും എന്ന് വ്യാപാര വ്യവസായ സംഘടനകളും അറിയിച്ച പശ്ചാത്തലവും പ്രധാനമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.